മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. പട്ടാമ്പിയിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന പണിമുടക്ക് അവസാനിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മേലെ പട്ടാമ്പി പെരിന്തമണ്ണ റോഡിൽ ഇന്റർലോക്ക് കട്ടവിരിക്കൽ പ്രവൃത്തികളുടെ ഭാഗമായി ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരിയിലേക്കും പെരിന്തമണ്ണയിലേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കുമായി രംഗത്തിറങ്ങിയത്. ഇതോടെ യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തു. മേലെ പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് പാലിക്കാത്തതുൾപ്പെടെയുള്ള സ്ഥിതിയാണ് ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയെന്നാണ് ആക്ഷേപം. ശങ്കരമംഗലത്ത് നിന്നും കൊടലൂർ വഴിയാണ് വാഹനങ്ങളെ തിരിച്ചുവിട്ടിരുന്നത്. ഇത് കൃത്യമായി നടത്താത്തതാണ് ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയതെന്നും ആക്ഷേപം ഉയർന്നു. ഇതെല്ലാം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചു കൂടിയായിരുന്നു സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമായി രംഗത്തിറങ്ങിയത്. ചൊവ്വാഴ്ച പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് പണിമുടക്ക് താൽക്കാലികമായി പിൻവലിക്കുവാൻ ബസ് ഉടമകളും തൊഴിലാളികളും തീരുമാനിച്ചത്. അടുത്ത ദിവസം മുതൽ കൊപ്പത്തും തൃത്താലക്കൊപ്പത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന ഉറപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നതെന്നും ഇതേ തുടർന്നാണ് പണിമുടക്ക് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുന്നതെന്നും ബസ് അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് മുതൽ ഒരു സമരത്തിന്റെ മുന്നിലായിരുന്നു. ഇന്നിപ്പോ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമാൻ ടി.പി. ഷാജിയുടെ അധ്യക്ഷതയിൽ PWDയും അതുപോലെ തന്നെ പട്ടാമ്പി പോലീസും കൂടി ഇടപെട്ട് സമരം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് PWD മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അന്ന് അവർ പറഞ്ഞിരുന്ന 1-2 കാര്യങ്ങൾ ഇന്ന് നടപ്പാക്കി തരാമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലും നാളെ മുതൽ ശങ്കരമംഗലത്തും കൊപ്പത്തും പോലീസ് വിന്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും കൂടി ഞങ്ങൾ ഇന്നത്തെ സമരം താൽക്കാലികമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണെന്നും നിലവിൽ ശങ്കരമംഗലത്തും തൃത്താലക്കൊപ്പത്തും കൊപ്പത്തും വാഹന നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കുവാൻ തീരുമാനിച്ചതായും യോഗത്തിനു ശേഷം നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജിയും പറഞ്ഞു. ഇന്നലെ പെട്ടെന്ന് പണിമുടക്കി. പട്ടാമ്പി ടൗണിലെ കച്ചവടക്കാര്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഇത്. ടൗണിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച PWDയും പോലീസും പരസ്പരം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം എന്നാൽ ബസ് ഓപ്പറേറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് ബസ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ ഇന്ന് ബസ് സമരം പിൻവലിക്കാനും അവർ തീരുമാനിച്ചു. യോഗത്തിൽ ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, ബസ് തൊഴിലാളികൾ, ഉടമകൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു.